നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരിച്ചടിയിൽ നിന്ന് പിന്നോട്ടിൽ നിലപാടിലാണ് ഇറാൻ. ഇസ്രയേൽ പരാജയപ്പെടുമെന്നതിൽ സംശയമില്ലെന്ന് ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നയീനി അടിവരയിടുകയാണ്. എങ്ങനെ എപ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് സയനിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അധിനിവേശ പ്രദേശങ്ങളെല്ലാം അഗ്നിക്കിരയാക്കും. അവരെ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. അവർ ഭയത്തിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം പറയുന്നു. ദിവസങ്ങളായി ഇറാൻ മിസൈൽ ലോഞ്ചറുകൾ കൊണ്ടുപോവുകയും സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതായും അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇസ്രയേലിന് എതിരായ ഇറാന്റെ ആക്രമണം ചെറുക്കാൻ ബൈഡൻ ഭരണകൂടം പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇറാനോടൊപ്പം ഹിസ്ബുള്ളയും ഹൂതികളും എല്ലാം ഒരുമിച്ച് ആക്രമിക്കുമെന്ന ഭയത്തിലാണ് അമേരിക്ക ഉള്ളതെന്നും പത്രം വ്യക്തമാക്കി. ഇതിനിടെ ഹമാസിന്റെ പുതിയ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുത്ത യഹ്യ സിൻവാറിനെ അഭിനന്ദിച്ച് ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള രംഗത്തെത്തി. ഗാസയിലെ കൊലപാതകങ്ങൾക്കും പട്ടിണിക്കും ഇടയിൽ ഹമാസിന്റെ പോരാളികളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് യഹ്യ സിൻവാർ. നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും കൊന്ന് ലക്ഷങ്ങൾ നേടാമെന്ന ശത്രുക്കളുടെ ആഗ്രഹം വെറുതെയാകും. രക്തസാക്ഷികളുടെ ചോരിൽ മുക്കിയ പതാക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറിയിരിക്കുന്നു. സയനിസ്റ്റ് ശത്രുവിന് അവർക്ക് പിന്നിലുള്ള അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും ഇത് ശക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹമാസ് അതിന്റെ തീരുമാനത്തിൽ ഏകീകൃതമാണ്. അതിന്റെ തത്വങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലും അവർ ഉറച്ചു നിൽക്കുന്നു. അതിൽ അവർ മുന്നേറുകയാണ്. എല്ലാ ഫലസ്തീൻ വിഭാഗങ്ങൾക്കുമൊപ്പം ത്യാഗങ്ങൾ സഹിച്ച് അവർ ചെറുത്തുനിൽപ്പിന്റെ പാതയിലാണ്. അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ ജനതയ്ക്കായി വീരോചിതവും ചരിത്രപരമായ പോരാട്ടമാണ് ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ നടത്തുന്നത്. ഈ നിർണായക ഘട്ടത്തിൽ പുതിയൊരു തലവനെ തെരഞ്ഞെടുത്ത് രാജ്യത്തിന്റെയും പ്രദേശത്തിന്റെയും ദൃഢനിശ്ചയത്തെയും വിശ്വാസത്തെയും നിലനിർത്തുകയാണ് ഹമാസ്. സമ്പൂർണ്ണ വിമോചനം നേടും വരെ പരിശ്രമങ്ങളെ ഏകീകരിക്കാനും പോരാട്ടത്തിൽ തുടരാനുമുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തെ ഇത് ശക്തിപ്പെടുത്തുന്നതായി ഹിസ്ബുള്ളയുടെ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഇസ്മായിൽ ഹാനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. അതിനിടയിലാണ് ഒക്ടോബർ 7 സൂത്രധാരനെ ഹമാസ് തലവനായി പ്രഖ്യാപിക്കുന്നത്. ഇത് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. അതേസമയം ഇസ്രയേലിനുള്ള ഹമാസിന്റെ മുന്നറിയിപ്പ് കൂടിയാണിതെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. യഹ്യ സിൻവാർ കൊലയാളി എന്നായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ പ്രതികരണം. യഹ്യ സിൻവാറിനെയും ഹമാസിനെയും ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇസ്മായിൽ ഹാനിയുടെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ സിൻവാറിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന് ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞു. ഹമാസ് യുദ്ധഭൂമിയിലും രാഷ്ട്രീയത്തിലും ഉറച്ചു നിൽക്കുന്നു. 305 ദിവസമായി തുടരുന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നയാളാണ് സംഘടനയെ നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2017 മുതൽ ഹമാസിന്റെ നേതാവാണെങ്കിലും സിൻവാർ വളരെ അപൂർവമായ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു സിൻവാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പഠന സമയത്ത് തന്നെ ഫലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന ഇസ്ലാമിസ്റ്റ് ബ്ലോക്കിന്റെ തലപ്പത്തെത്തി. യഹ്യയുടെ ഫലസ്തീൻ വിമോചന പ്രവർത്തനങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. പിന്നീട് തേടിയെത്തിയ ഉന്നത പദവികളെല്ലാം യഥോചിതം കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥി കാലത്തെ ഈ പ്രവർത്തന പരിചയം യഹ്യ സിൻവാറിന് ധാരാളമായിരുന്നു. 1980കളുടെ അവസാനത്തിൽ നടന്ന ആദ്യത്തെ ഫലസ്തീൻ കലാപത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗം രൂപീകരിക്കാൻ പ്രധാന പങ്ക് വഹിച്ചു. അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ 1982 സിൻവാർ ആദ്യമായി അറസ്റ്റിലാകുന്നത്. മാസങ്ങളോളം ഫറാ ജയിലിൽ കഴിയുകയും അവിടെ സലാഹ് ഷെഹാദെ ഉൾപ്പെടെയുള്ള ഫലസ്തീനിയൻ പ്രവർത്തകരെ കണ്ടുമുട്ടുകയും വിമോചന പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു. 1985 വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. മോചിതനായ ശേഷം റാവഹി മുസ്താഹിയുമായി ചേർന്ന അദ്ദേഹം മുനാസ്മത്ത് അൽ ജിഹാദ് വൽദവ എന്ന സംഘടന സ്ഥാപിച്ചു. 1987 ഹമാസ് രൂപവൽക്കരിച്ചപ്പോൾ സിൻവാറിന്റെയും സലാഹ് ഷെഹാദിന്റെയും സംഘം അതിന്റെ ഭാഗമായി. ഇസ്രയേലുമായി സഹകരിച്ച് പ്രവർത്തിച്ചവരെന്ന് സംശയിക്കുന്നവരെ കൊന്നത് അദ്ദേഹത്തിന്റെ ഖാൻ ന്യൂസിന്റെ കശാപ്പുകാരൻ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.